ഹലോ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരം അൽ മസ്രിയുടെ പോമായിട്ടുള്ള വിമൻ ലൈക്ക് മീ. സോ മാരം അൽ മസ്രി ആരാന്ന് നോക്കാം. ഷീസ് എ സിറിയൻ റൈറ്റർ ലിവിങ് ഇൻ പാരീസ് ആൻഡ് is considered one of the most renowned and captivating feminine voices of her generation in Arabic. അവരുടെ ഫേമസ് വർക്കാണ് റെഡ് ചെറി ഓൺ എ വൈറ്റ് ടൈൽഡ് ഫ്ലോർ, പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1997. ഈ ഒരു വർക്കിൽ നിന്നാണ് നമ്മുടെ പോയമായിട്ടുള്ള വിമൻ ലൈക്ക് മീ എടുത്തിട്ടുള്ളത്. ആൻഡ് ഹർ പോയട്രി വിവിഡ്ലി എൻകാപ്സുലേറ്റ്സ് ദ ഫ്രയൽറ്റി ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ ഇൻ എ ബ്രൂട്ടൽ സൊസൈറ്റി. ഒരു ബ്രൂട്ടൽ സൊസൈറ്റിയിൽ ഹ്യൂമൻസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യമാണ് അവരുടെ പോയട്രിയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ആ പോം ഒന്ന് വായിക്കാം. Women like me. Women like me do not know how to speak. A word remains in their throats like a thorn they choose to swallow. Women like me know nothing except weeping, impossible weeping suddenly pouring like a severed artery. Women like me receive blows and do not dare return them. They shake with anger, they subdue it. Like lions in cages, women like me dream of freedom. സോ ഇതിൻ്റെ ചെറിയൊരു സമ്മറി നോക്കാം. സോ നമ്മുടെ പോമിൽ പറയുന്നുണ്ട്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സംസാരിക്കാൻ അറിയില്ല. നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സംസാരിക്കാൻ അറിയില്ല. അവർക്ക് പറയാൻ വേർഡ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ത്രോട്ടിലിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു മുള്ളു പോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് പുറത്തോട്ട് വരുന്നില്ല, അവരത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ, വേറൊന്നും തന്നെ അറിയത്തില്ല. അതുപോലെ അവരൊരുപാട് ഫിസിക്കൽ അബ്യൂസൊക്കെ നേരിടുന്നുണ്ടെങ്കിലും അതൊന്നും അവർ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ അവരുടെ ഉള്ളിൽ ആങ്കർ ഉണ്ടെങ്കിലും അവർക്ക് അതൊരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ വിമണിനെ കൂട്ടിലടയ്ക്കപ്പെട്ട ലയനുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് വിമണിൻ്റെ ആ ഒരു സ്ത്രീകളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഫ്രീഡം തന്നെയാണ്. സോ ഇതാണൊരു ബേസിക് സമ്മറി എന്ന് പറയുന്നത് പോമിൻ്റെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The poem reflects the inner turmoil and oppression experienced by women who are denied a voice, forced into silence and subjected to suffering. It articulates the speaker's emotional state through vivid imagery and metaphors, representing a collective experience of many women who share similar struggles. So ഈ ഒരു പോം എന്ന് പറയുന്നത് സപ്രസ് ചെയ്യപ്പെട്ട വിമൻ്റെ ആ ഒരു ഇന്നർ ടർമോയിലും അവരുടെ ആ ഒരു ഒപ്രഷനും, അവർക്കൊരു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ അവരെ സൈലൻസിലോട്ട് തള്ളിവിട്ടു, ആൻഡ് അതുപോലെ അവരുടെ ആ ഒരു സഫറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോമിൽ പറയുന്നത്. ആൻഡ് സ്പീക്കറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിൽ കൂടെ അതുപോലെ മൊത്തത്തിലുള്ള വിമൺ ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിൾസൊക്കെയാണ് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു സൈലൻസ്. നമ്മുടെ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പം സ്പീക്കർ പറയുന്നുണ്ട്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, വിച്ച് മീൻസ് അവർ സൈലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൊസൈറ്റൽ നോംസ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രോമ കാരണം അവർ സൈലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് അവരുടെ വേർഡ്സ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരുടെ ഒരു ഇന്നബിലിറ്റി തന്നെയാണ്. ആൻഡ് തോട്ട്സ് എന്ന് പറയുന്നത് തോൺ പോലെ തൊണ്ടയിൽ സ്ട്രക്ക് ചെയ്താണ് നിൽക്കുന്നത്. അതുപോലെ ആ തോൺസ്, ആ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് അവർ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവരത് സ്വാലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് വിമൺ അവരുടെ പെയിനും ഫ്രസ്ട്രേഷനും ഒക്കെ സ്പീക്ക് ഔട്ട് ചെയ്യാണ്ട് അതൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ടിയേഴ്സ് ആസ് എക്സ്പ്രഷൻ. സോ വിമണിന് വേർബലി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ജസ്റ്റ് വീപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതുപോലെ ആ ഒരു ടിയേഴ്സിനെ തന്നെ ഇമ്പോസിബിൾ വീപ്പിംഗ്, ആ ഒരു വീപ്പിങ്ങിനെ അങ്ങനെയാണ് പറയുന്നത്. സോ അവരുടെ ആ ഒരു വിഷമം എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദ സിമിലി ഓഫ് വീപ്പിംഗ് പോറിംഗ് ലൈക്ക് എ സിവിയർഡ് ആർട്ടറി ഇവോക്സ് എ പവർഫുൾ ഇമേജ് ഓഫ് എ ലൈഫ് ഫോഴ്സ് ഡ്രെയിനിങ് അൺകൺട്രോളബിളി as if the emotional pain is as intense as vital as blood. സോ ആ ഒരു വീപ്പിങ്ങിനെ ഒരു ലൈക്ക് എ സിവിയർഡ് ആർട്ടറി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇമേജിലാണ് കാണിക്കുന്നത്. സോ അത് എത്രത്തോളം വയലൻ്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ റിപ്രഷൻ ഓഫ് ആങ്കർ. സോ അവർക്ക് ഒരുപാട് ഫിസിക്കൽ അബ്യൂസും അതുപോലെ ഇമോഷണൽ അബ്യൂസൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ തിരിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ അവരുടെ ആ ഒരു സപ്രസ്ഡ് ആങ്കർ കാണിക്കുന്നുണ്ട്. അവർക്ക് അത്രയും ആ ഒരു ആങ്കർ ഉണ്ടെങ്കിൽ പോലും അവരതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ കേജ്ഡ് ലയൺ എന്ന മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. വുമണിനെ ലയൺ ഇൻ കേജസ് ആയിട്ട്
കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു പവറും പൊട്ടൻഷ്യലും കറേജും ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ അവർ ആ ഒരു പേഴ്സണൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റൽ ലിമിറ്റേഷൻസ് കാരണം അതിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ലയൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഫെറോസിറ്റി. അതിനെ ഇങ്ങനെ കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് വിമണിന് ഇമ്മൻസ് ആയിട്ടുള്ള സ്ട്രെങ്തും കേപ്പബിലിറ്റിയും ഉണ്ട്. പക്ഷേ അവരുടെ ലൈഫിൻ്റെ സർക്കംസ്റ്റാൻസസ് കാരണം അവരിങ്ങനെ റെസ്ട്രെയിൻ ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ ഫൈനലി വരുമ്പം അവരൊരു ഡ്രീം ഓഫ് ഫ്രീഡം നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഈ സൈലൻസും റിപ്രഷനും സഫറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ വിമൺ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഡ്രീം ചെയ്യുന്നത്. The closing thought encapsulates the hope and resilience of the speaker and women like her. So ആ സ്പീക്കറിൻ്റെയും അതുപോലെ അവരെ പോലത്തെ സ്ത്രീകളുടെയും ഒരു ഹോപ്പും റെസീലിയൻസും ആണ് പറയുന്നത്. സോ ഇവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്, പ്രസൻറ്റിൽ അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അവർക്ക് ആ ഒരു ഡ്രീമുണ്ട്. ആൻഡ് ഈ ഒരു ഡിസയർ ഫോർ ഫ്രീഡം എന്ന് പറയുന്നത് ലിറ്ററൽ അതുപോലെ മെറ്റഫറിക്കൽ ലിബറേഷനായിട്ടാണ് പറയുന്നത്. സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ കൺസ്ട്രെയിൻസിൽ നിന്നുമുള്ള ലിറ്ററൽ ആൻഡ് മെറ്റഫറിക്കൽ ലിബറേഷനായിട്ടാണ് പറയുന്നത്. ഇതിൽ വരുന്ന തീംസ്, ആദ്യത്തേത് സൈലൻസിങ് ആൻഡ് വോയിസ്ലെസ്നെസ്. സോ വിമണിനെ സൈലൻസ് ചെയ്യപ്പെടുന്ന കാര്യവും അതുപോലെ അവർക്ക് അവരുടെ തോട്ട്സോ ഫീലിങ്സോ റെസിസ്റ്റൻസോ ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. വേർഡ്സ് എന്ന് പറയുന്നത് ത്രോട്ടിൽ സ്ട്രക്ക് ചെയ്ത് നിൽക്കുന്ന തോൺ പോലെയാണ്. അവരുടെ ആ ഒരു റിപ്രഷൻ അതിലൂടെ പറയുന്നുണ്ട്. അതുപോലെ സൊസൈറ്റൽ പേഴ്സണൽ ഫോഴ്സസ് കാരണം അവർ വോയിസ്ലെസ് ആയിട്ട് മാറി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അടുത്തത് ഇമോഷണൽ സപ്രഷൻ അതുപോലെ റിപ്രഷൻ. വിമണിന് അവരുടെ ആങ്കറോ സാഡ്നെസ്സോ ഫ്രസ്ട്രേഷനോ ഒന്നും ഓപ്പൺലി പറയാൻ പറ്റുന്നില്ല. അവരുടെ ഇമോഷൻസ് ആയിട്ടുള്ള റേജും, ദാറ്റ് മീൻസ് ആങ്കർ അതുപോലെ ഗ്രീഫ് എന്നൊക്കെ പറയുന്നത് ഹിഡൻ ആയിട്ട് തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. അവരുടെ റിപ്രഷൻ എന്ന് പറയുന്നത് ലയൺ ഇൻ കേജസ് ആയിട്ടാണ് കാണിക്കുന്നത്. ലയൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും അത് പുറത്തോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അടുത്തൊരു തീമാണ് സഫറിങ് ആൻഡ് പെയിൻ. വിമൺ എൻഡ്യോർ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പെയിൻ പറയുന്നുണ്ട്. സോ അവർ അത്രത്തോളം അടി അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ തിരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ ജെൻഡേർഡ് ഒപ്രഷൻ. സോ ഒപ്രഷൻ ഓഫ് വിമൺ ആണ് മൊത്തത്തിൽ നമ്മുടെ പോമിൽ പറയുന്നത്. അതുപോലെ പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് വിമണിനെ പാസീവായിട്ട് വെച്ചിരിക്കുന്നത്, അവരുടെ ആ ഒരു ഏജൻസി ഡിനൈ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ ദേ ആർ നോട്ട് ഓൺലി സൈലൻസ് ബട്ട് ഓൾസോ എക്സ്പെക്റ്റഡ് ടു എൻഡ്യൂർ ദ സഫറിങ് വിത്തൗട്ട് റെസിസ്റ്റൻസ് ഓർ റിറ്റാലിയേഷൻ. സോ അവർ സൈലൻസ് ചെയ്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ സഫറിങ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസും ഇല്ലാണ്ട് അവർ ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ആങ്കർ ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. സോ ഈ ഒരു റിപ്രഷൻ, ഡിസ്പൈറ്റ് ദ റിപ്രഷൻ, ദി വിമൻ ഇൻ ദ പോം ആർ നോട്ട് വിതൗട്ട് ആങ്കർ ഓർ സ്ട്രെങ്ത്. സോ ഇവർ ഇത്രയും സഫറിങ് ഒക്കെ നേരിടുന്നുണ്ടെങ്കിലും അവർക്ക് ആങ്കറോ സ്ട്രെങ്തോ ഇല്ല എന്നല്ല പറയുന്നത്. ആ ലയണിൻ്റെ കാര്യം അതുപോലെ ഷേക്കിംഗ് വിത്ത് ആങ്കർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിമൻ്റെ ഉള്ളിലുള്ള ഒരു പവർ കാണിക്കാനാണ് ഇതെല്ലാം പറയുന്നത്. അവർ റെസിസ്റ്റൻസോ റെബലിയനോ ഒന്നും തന്നെ, അവർ കംപ്ലീറ്റ്ലി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്, റെബലിയൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാലും ആ ഒരു സപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ യേണിംഗ് ഫോർ ഫ്രീഡം, അവർക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട്, ഹോപ്പും അതുപോലെ ആ ഒരു ഡിസയർ ഫോർ ലിബറേഷനും ഒക്കെ ഉണ്ട്. സോ ഇത്രയും പ്രശ്നത്തിലാണെങ്കിൽ പോലും അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അവർ ഓപ്പറേഷനിൽ നിന്നൊക്കെ പുറത്തോട്ട് വരാം, ഫ്യൂച്ചറിൽ പുറത്തോട്ട് വരാം, അതൊക്കെ ബ്രേക്ക് ഫ്രീ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഡ്രീം ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് കാണിക്കുന്നത് ഒരു ഡിസ്റ്റൻറ്റ് ഹോപ്പാണ്. അതുപോലെ വിഷൻ ഓഫ് ചേഞ്ച് ആൻഡ് എംപവർമെൻ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ റെസീലിയൻസ്, സർവൈവലും പറയുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ പോലും വിമൺ സർവൈവ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിൽ പോലും അവർ സർവൈവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ these themes collectively explore the multifaceted experience of being a woman in a repressive society, balancing silence, suffering, strength and hope for eventual liberation. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോം. സോ എല്ലാവരും ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.